Hello students, അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിലായിരുന്നു. Solve x double dash plus 16x equal to cos 4t where x of 0 equal to 0 and x dash of 0 equal to 1. ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. രണ്ട് സൈഡിലും ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഓഫ് എക്സ് ഡബിൾ ഡാഷ്, ഇവിടെ എക്സും ടിയും ആണ് വാരിയബിൾസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൽ ഓഫ് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16 ഇൻറ്റു എൽ ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഓഫ് കോസ് 40 എന്നാണ് വരിക. എൽ ഓഫ് എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സിനെയാണ് നമ്മൾ എക്സ് ഓഫ് എസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ഓഫ് എസ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഇവിടെ എൽ ഓഫ് വൈ എന്നാണ് എഴുതാറ്. ഇവിടെ നമുക്ക് അതിന് പകരം എക്സ് വാരിയബിൾ ആയതുകൊണ്ട് എൽ ഓഫ് എക്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് എന്ന് എഴുതാട്ടോ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സിനെ തന്നെയാണ് ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഇക്വേഷൻ്റെ കാര്യത്തിലായിരുന്നു നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഇക്വേഷൻ. എക്സ് ഡബിൾ ഡാഷിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തിട്ടുണ്ടെങ്കിൽ എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് മൈനസ് എസ് ഇൻറ്റു ഇവിടെ എക്സ് ഓഫ് 0 ആണ് നമുക്ക് വരിക. എക്സ് ഓഫ് 0 ഇൻറ്റു എസ് ഇൻറ്റു എക്സ് ഓഫ് 0 അല്ലെങ്കിൽ എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്. പ്ലസ് 16 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി. അതാണ് ശരിക്കും വരിക. അതൊരു ലൈൻ നിങ്ങൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ട് എഴുതുക. പിന്നെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഉള്ള ടേംസ്, അതായത് എക്സ് ഓഫ് എസ് ഉള്ള ടേംസ്, എക്സ് ഓഫ് എസിന് പകരം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് എന്നാക്കുക കേട്ടോ. അതിവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എസ് സ്ക്വയറിൻ്റെ കൂടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഉണ്ടാവും, 16ൻ്റെ കൂടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ രണ്ടാമത്തെ ടേം മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 എന്നുള്ള ടേം 0 ആയി പോവും. മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇവിടെ -1 ആയിരുന്നു. ആ -1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് +1 ആവും. ഓക്കെ, ഫ്രം ദിസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 16 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 ബൈ എ സ്ക്വയർ പ്ലസ് 16 പ്ലസ് എസ് ബൈ എ സ്ക്വയർ പ്ലസ് 16 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ആണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടണമെങ്കിൽ, എക്സ് ഓഫ് ടി കിട്ടണമെങ്കിൽ എൽ ഇൻവേഴ്സ് എടുക്കണം. ഈ സൈഡിലേക്ക് എൽ ഇൻവേഴ്സ് എടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഫോർമുല നമ്മൾ ഒന്ന് ആലോചിക്കുകയാണ്. എൽ ഇൻവേഴ്സ് ഓഫ് 2ks ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സൈൻ കെ ടി എന്നൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ് ഓഫ് ടി എഴുതുക. എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ എൽ ഇൻവേഴ്സ് പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ എൽ ഇൻവേഴ്സ് എന്നാണ് വരിക. പക്ഷെ അത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ, നമുക്കറിയുന്ന ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമുക്കറിയാവുന്ന ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേ 4 കൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ എഴുതി. രണ്ടാമത്തെ ടേമിലും അതേ നമ്മളൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 അല്ല 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഇഫക്റ്റിൽ അതിന് ചേഞ്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഇതെന്തിൻ്റെ എൽ ഇൻവേഴ്സ് ആണ്? സൈൻ 40യുടെ എൽ ഇൻവേഴ്സ് ആണ്. ഇതെന്തിൻ്റെ എൽ ഇൻവേഴ്സ് ആണ്? ദാ ഈ ഒരു ഫോമുല നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോബ്ലത്തിൽ. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടി സൈൻ 40, കെയുടെ പ്ലേസിൽ 2 എടുക്കുക. ഓക്കെ, സോറി, കെയുടെ പ്ലേസിൽ 4 എടുക്കുക. അപ്പോൾ 2ks എന്നുള്ളിടത്ത് 8ks, ടി ഈക്വൽ ടു 4 ആണ്, കെ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ടി സൈൻ 40യുടെ ഫോമുലയാണത്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രോബ്ലംസ് മുമ്പ് നമ്മൾ കുറേ ചെയ്തതാണ്, എന്നാലും ഇടയിൽ ഒരെണ്ണം വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ഫോർമുല ഒന്ന് ഓർത്തിരിക്കണേ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഇതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഈ ഒരു ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ട്രാൻസ്ഫോംസ് ഓഫ് ഇൻറ്റഗ്രൽസ്. ഇൻറ്റഗ്രൽസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോംസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺവല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എന്താ നോക്കാം. ഇഫ് ദ ഫങ്ഷൻസ് എഫ് ആൻഡ് ജി ആർ പീസ്വൈസ് കണ്ടിന്യൂസ് on the interval 0 infinity, then the convolution of f and g denoted by the symbol f star g
is a function defined by the integral f star g equal to integral 0 to t f of tau g of t minus tau d tau. ടോ എന്നാണ് ഈ സിമ്പിൾ വായിക്കുക. അത് ടോയ്ക്ക് പകരം നിങ്ങൾ ഏത് സിമ്പിൾ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങനെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റാർ എന്നാണ് കൺവല്യൂഷനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടോ ജി ഓഫ് ടി മൈനസ് ടോ. ഫസ്റ്റിൻ്റെ ആണെങ്കിൽ ഒരു വേരിയബിൾ ഉള്ളൂ, ജിയുടെ ആണെങ്കിൽ ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ എന്നാണ് ഡെഫിനേഷൻ വരുന്നത്. ഓക്കെ, കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ. ഇനി എന്താണ് ഈ കൺവല്യൂഷൻ്റെ പ്രോബ്ലംസ് എന്നുള്ളത് നോക്കാം. കൺവല്യൂഷൻ ഓഫ് ടു ഫങ്ഷൻസ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് ടി ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു ടിയും ജി ഓഫ് ടി ഈക്വൽ ടു സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ടിയും ആണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് ടോ ഈക്വൽ ടു ടിയിലുള്ളതിനെ നമുക്ക് ടോയിലേക്ക് മാറ്റി എഴുതാം, കാരണം നമ്മളിവിടെ ടോയിലല്ലേ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ടോ എഴുതാം ആദ്യം, ദാറ്റ് ഈസ് ഇ റേസ് ടു ടോ. ടിയിലെടുത്ത് ടോ കൊടുത്താൽ മതി. ജി ഓഫ് ടി മൈനസ് ടോ ഈക്വൽ ടു സൈൻ ടി മൈനസ് ടോ അല്ലേ, ടിയിലെടുത്ത് ടി മൈനസ് ടോ കൊടുത്താൽ മതി. അപ്പോൾ ഡെഫിനേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി ഈക്വൽ ടു കൺവല്യൂഷൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു ടോ സൈൻ ടി മൈനസ് ടോ ഡി ടോ എന്ന് കിട്ടും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താൽ മതി. അറിയാലോ, ഈ റേസ് ടു ടോനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇതിന് ഐ എന്ന് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻ്റഗ്രേഷൻ നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഒരു പാർട്ടിന് ഇത് നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രലാണ്. ഇതിന് നിങ്ങൾ ഐ എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സൈൻ്റെ ടേം കോസ് ആവും. എഗെയിൻ അവിടെ ഒരു ടേം വരും. അതിനെ പ്ലസ് ടുവിന് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോബ്ലംസ് ഇഷ്ടം പോലെ. അതിനെ ഒരു വട്ടം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അത് സൈൻ്റെ ടേംസിലേക്ക് വരും, സൈൻ ഫംഗ്ഷനായിട്ട് വരും. എന്നിട്ട് ഐ പ്ലസ് ഐ രണ്ട് ഐകളെയും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഐ പ്ലസ് ഐ 2i എന്ന് വരും. ആ ഐ എന്താണെന്നുള്ളത് അതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഐ എന്നുള്ളത് ഇങ്ങനെയാണ് കിട്ടുക, 1/2 ഇൻറ്റു മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി. ലിമിറ്റൊക്കെ കൊടുക്കുക കേട്ടോ അതിന്, മൈനസ് കോസ് ടി പ്ലസ് ഇ റേസ് ടു ടി. അപ്പോൾ ഇൻ്റഗ്രേഷൻ നിങ്ങൾ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഐ എന്നുള്ളത് എടുത്തിട്ട് അതുപോലെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ, ഇനി നമ്മളോട് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി. സ്റ്റാർ കൺവല്യൂഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാർ ആണ്. കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലുള്ളതിൻ്റെ കംപ്ലീറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, സിംപ്ലിഫൈ ചെയ്ത് ഉത്തരം എഴുതാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ ആണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി വരുന്നത് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ജി സ്റ്റാർ എഫ് എന്നാണ്. അസോസിയേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരുന്നത് എഫ് സ്റ്റാർ ജി പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി പ്ലസ് എഫ് സ്റ്റാർ എച്ച്, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ. അസോസിയേറ്റീവ് ലോ വരുന്നത് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എന്നാണ്. അതുപോലെ എഫ് സ്റ്റാർ 0 ഈക്വൽ ടു 0 സ്റ്റാർ എഫ് ഈക്വൽ ടു 0. ഇത്രയും പ്രോപ്പർട്ടീസാണ് കൺവല്യൂഷൻ ഉള്ളത്. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കൺവല്യൂഷൻ തിയറം ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. If f of t and g of t are piecewise continuous on 0 infinity and of exponential order, then Laplace transform of f star g is equal to Laplace transform of f of t into Laplace transform of g of t. That is f of s into g of s എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. കൺവല്യൂഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മുകളിലത്തെ പ്രോബ്ലം ചെയ്ത പോലെ കണ്ടുപിടിച്ചിട്ട് ചെയ്യൊന്നും വേണ്ട, നേരെ തിയർ അപ്ലൈ ചെയ്താൽ മതി. തിയറം പറയുന്നത് ഇതാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, വേർ എഫ് ഓഫ് എസ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് എസ് ഈസ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം മറ്റേതുപോലെ ചെയ്യണ്ട കേട്ടോ, ഇത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യം. നോക്കി നോക്കൂ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു ടോ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ ഇ റേസ് ടു ടോ ഇ റേസ് ടു
ഇന്റഗ്രൽ 0 to t e raised to tau sin t minus tau d tau എന്നാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് അത് പ്രീവിയസ് പ്രോബ്ലം തന്നെയാണ്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷന്റെ ടേംസിൽ എഴുതാം. ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി എന്ന് എഴുതാം. ഇതിന്റെ ഡെഫിനേഷനാണ് ഇപ്പുറത്തെ തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ കൺവല്യൂഷനിൽ എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. കൺവല്യൂഷനിൽ എന്നിട്ട് പ്രോബ്ലം ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഇതിൽ എന്താ എഫ് ഓഫ് ടി? ഇ റേസ് ടു ടി ആണ്. എന്താ ജി ഓഫ് ടി? സൈൻ ടി ആണ്. അപ്പോൾ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടാനായിട്ട് ഈ രണ്ടെണ്ണത്തിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോംസിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത് എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എൽ ഓഫ് സൈൻ ടി. ഇതിന്റെ 1/s-1 ആണ്. ഇതിന്റെ 1/s² ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ തിരിച്ചും നമുക്കൊരു തിയറം പറയാം. വാട്ട് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്? ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്താൽ എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് അല്ലേ? അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ആയിരിക്കും. അതും കൂടെ ഇതിൽ നിന്നൊന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതാണ് ഇതുവരെ വന്നിരിക്കുന്നത്. നമുക്ക് എൽ ഓഫ് ഇവാലുവേറ്റ് എൽ ഓഫ് 1/s² + k² എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് എന്നാണ് കേട്ടോ പ്രോബ്ലം. തെറ്റി എഴുതിയിരിക്കുന്നതാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എന്നാണ് കേട്ടോ പ്രോബ്ലം വരിക. അപ്പോൾ ഇവിടെ നമ്മൾ 1/s² + k² ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള ടേം 1/s² + k² ആണ്. അത് 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എസ് ആയിട്ടും ജി ഓഫ് എസ് ആയിട്ടും 1/s² + k² എടുക്കുകയാണ്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ജി ഓഫ് ടി കിട്ടണം. ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ്. ജി ഓഫ് എസ് ഈക്വൽ ടു 1/s² + k² അല്ലേ? അപ്പോൾ ജി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + k² ആണ്. പക്ഷെ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് മാച്ച് ചെയ്യാത്തത് കൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 1/k ഇൻറ്റു k/s² + k². എൽ ഇൻവേഴ്സ് ഓഫ് k/s² + k². ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്. പിന്നെ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ 1/k sin kt എന്ന് കിട്ടും. 1/k sin kt. അതുപോലെ തന്നെ എഫ് ഓഫ് എസും 1/s² + k² ആണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് തന്നെ കിട്ടും. ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ 1/k sin kt എന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് 2 പ്രാവശ്യം ചെയ്തിട്ടില്ല, 1 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് അത് 2 പ്രാവശ്യം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ജി ഓഫ് ടി അറിയാം, എഫ് ഓഫ് ടി അറിയാം. എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + k² ഇവിടെ കെ ഇല്ല കേട്ടോ, അത് തെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ 1 തന്നെ ആയിരുന്നു, ഇവിടെ 1 തന്നെ ഇട്ടാൽ മതി. ഇസ് ഈക്വൽ ടു ഇതിൽ രണ്ടിലും എഫ് ഓഫ് ടിയിലും ജി ഓഫ് ടിയിലും നമുക്ക് എന്തുണ്ട്? 1/k ഉണ്ട്. അപ്പോൾ ഒരു 1/k² ഔട്ട് സൈഡ് എടുക്കുക. പിന്നെന്താണ്? എഫ് സ്റ്റാർ ജിയുടെ ഡെഫിനേഷൻ അല്ലേ? എഫ് സ്റ്റാർ ജിയുടെ ഡെഫിനേഷൻ ആവുമ്പോൾ ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ. എഫ് ഓഫ് ടോ എന്ന് പറയുമ്പോൾ സൈൻ കെ ടോ ജി ഓഫ് ടി മൈനസ് ടോ. അപ്പോൾ സൈൻ കെ ഇൻറ്റു ടി മൈനസ് ടോ. ടി ഉണ്ടായിരുന്ന പ്ലേസിൽ ടി മൈനസ് ടോ ആക്കുക. ആ രീതിയിൽ എഫ് സ്റ്റാർ ജിയുടെ ഡെഫിനേഷനാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. കൂടെയുള്ള 1/k രണ്ടെണ്ണത്തിലും വരും. അതാണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് 1/k² ആക്കിയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഭാഗം നിങ്ങൾ നോക്കണ്ട. ഈ ട്രിഗണോമെട്രി എന്നുള്ള റിസൾട്ടാണ്. മാത്രമല്ല ഇതിൽ ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്. നമുക്ക് തന്നിരുന്നത് 1/, എന്നുള്ള ഫോമിലാണ്. ഇത് k/d ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതിട്ടോ. ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അടുത്ത പ്രോബ്ലം യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു s - a. ഇതാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും അതേ പ്രൊഡക്റ്റ് ആക്കി എടുക്കുക. പ്രൊഡക്റ്റ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എസ് ആയിട്ട് 1/s² ജി ഓഫ് എസ് ആയിട്ട് 1/s - a എടുക്കുക. രണ്ടിൻ്റെയും ഇൻവേഴ്സുകൾ ഫൈൻഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് കിട്ടും. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ജി ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു at എന്ന് കിട്ടും. ഇനി കൺവല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടി വരിക. എൽ ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു s - a ഈക്വൽ ടു എഫ് സ്റ്റാർ ജി എന്നാണ് വരിക. എഫ് സ്റ്റാർ ജി എന്ന് വരുമ്പോൾ ഇൻറ്റഗ്രൽ 0 to t ഇവിടെ ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു. എഫ് ഓഫ് ടി മൈനസ് യു ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് ടി മൈനസ് യു എഴുതിയാലും ജി ഓഫ് ടി മൈനസ് യു എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ടി ഇൻറ്റു ഇ റേസ് ടു എ ഇൻറ്റു ടി മൈനസ് യു എന്ന് എഴുതാം. അല്ലെങ്കിൽ ടി മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു എ യു
അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, ഏതായാലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഇത് ഇൻ്റഗ്രേറ്റ് ഇതൊന്നും ചെയ്തിട്ടുണ്ട, നിങ്ങൾ അത്ര മാത്രം എഴുതിയാൽ മതിയാവും. ടെക്സ്റ്റിനകത്ത് ഇത് f(t - u) എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചെഴുതിയാലും മതി കേട്ടോ. t